ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോയാലോ? അപ്പോൾ ഇതാണ് ജർമ്മനിയിലെ ഞാൻ നിൽക്കുന്ന കാസൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ക്രിസ്മസ് മാർക്കറ്റ്. ഏകദേശം ഒരു നവംബർ ലാസ്റ്റ് മുതൽ ക്രിസ്മസ് കഴിയുന്ന വരെയാണ് ജർമ്മനിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടാവുക. 1934 ജർമ്മനിയിലെ ഡ്രെസ്ഡൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്രിസ്മസ് മാർക്കറ്റ് ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്തത്. അങ്ങനെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ ചുറ്റിക്കണ്ട് ഞങ്ങൾ ഈ ഹംഗേറിയൻ ഫുഡായിട്ടുള്ള ഈ ഒരു ചിമ്നി കേക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് അത് ന്യൂട്ടെല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഹീസൽനട്ട് കോട്ടിങ്ങിൻ്റെയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ഹോട്ട് ചോക്ലേറ്റും കുടിച്ച് വീണ്ടും ഇറങ്ങി ക്രിസ്മസ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ. നല്ല രസമില്ലേ ഇത് കാണാനായിട്ട്? കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു ഇവിടെ. കുറച്ച് നേരം റൈഡ്സൊക്കെ നോക്കിയിരുന്ന് വീണ്ടും ഞങ്ങളുടെ മെയിൻ ഉദ്ദേശമായ ഫുഡിങ്ങിലേക്ക് കടന്നു. പരിചയപ്പെടുത്താൻ മറന്നു. അപ്പോൾ ഇതെൻ്റെ കസിനാണ് ദിലു. ഞങ്ങൾ ഓർഡർ ചെയ്തത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ്. ആൻഡ് അതായിരുന്നു ഞങ്ങൾ അത്ര നേരം ട്രൈ ചെയ്തതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ കുറച്ച് നേരം ഈ ജയൻറ്റ് വീൽ നോക്കിയിരുന്ന് അതിന് മുൻപിലിരുന്ന് കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ണിപ്പെട്ടെ. കണ്ട വെള്ളറങ്കല്ല് പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇത് വേറെന്തോ സെറ്റപ്പാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്ത് ഞങ്ങൾ നേരെ മുകളിലേക്ക് വിട്ടു. കുത്തമ്പിനാറിൻ്റെ വകയിലൊരു അളിയനായിട്ട് വരും ഈ ക്രിസ്മസ് ട്രീ. അത്രയും പൊക്കം ഉണ്ടായിരുന്നു ഈ സാധനത്തിന്. എന്തായാലും കൊള്ളാലേ. പിന്നെ എവിടെ പോയാലും ഔട്ട്ഫിറ്റ് ചെക്ക് വിട്ട് ഒരു കളിയില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഔട്ട്ഫിറ്റ് ചെക്കും കൂടെ അങ്ങ് നടത്തി. ഏത് ബൈ ദ വേ, എങ്ങനെയുണ്ട് ഈ ഔട്ട്ഫിറ്റ് ലുക്ക്? അടിപൊളിയല്ലേ? അങ്ങനെ ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്പിന്നിങ് വീല് കറക്കിയാൽ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കിട്ടുന്നത് കേട്ടെ. അപ്പം നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. പിന്നെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടാന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമായതുകൊണ്ട് നേരെ പോയി അതും കറക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ആരുടെയോ ഭാഗ്യത്തിന് എനിക്ക് പ്രൈസ് അടിച്ചു ഗൈസ്. ഈ ഒരു സാധനമാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. അടിപൊളിയല്ലേ? ഗിഫ്റ്റ് വാങ്ങിച്ച് ബാഗിലിട്ട് ഇന്നത്തെ യുദ്ധം അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ വീട്ടിൽ പോട്ടെ. ബൈ ബൈ.